Firstly, I would like to invite Dr. Jomi Agustin, retired professor, St. Thomas College, Pala. സദസ്സിലിരിക്കുന്ന മുഖ്യാതിഥികളെ, വേദിയിലിരിക്കുന്ന അതിൽ മുഖ്യ അതിഥികളെ, എനിക്ക് ഉറപ്പുണ്ട് എന്നെക്കാട്ടിലും ശക്തമായി ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ സാധിക്കുന്നവരാണ് സദസ്സിലിരിക്കുന്ന ഓരോരുത്തരും. അതുകൊണ്ട് 5 മിനിറ്റാണ് എനിക്ക് അറിയിച്ചിട്ടുള്ളത്. ഞാനതിൽ 4 മിനിറ്റ് എടുത്തിട്ട് ബാക്കി 1 മിനിറ്റ് സദസ്സിന് വിട്ടുതരികയാണ്, വേദിയിലിട്ട് തരികയാണ്. വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു വിഷയമാണ്. കഴിഞ്ഞ 3 ദിവസമായിട്ട് ചർച്ച ചെയ്തതിൽ ഏറ്റവും സെൻസിറ്റീവായിട്ട് വിഷയം ഇതായിരിക്കും. കാരണം കഴിഞ്ഞ 3 ദിവസമായിട്ട് ചർച്ച ചെയ്തതെല്ലാം ഏതെങ്കിലും ഒരു ഐറ്റം മാത്രം നമുക്ക് ചർച്ച ചെയ്താൽ മതിയായിരുന്നു. ഇതങ്ങനെയല്ല. മനുഷ്യനെയും കണക്കാക്കണം, അതുപോലെ തന്നെ മൃഗങ്ങളെയും കണക്കാക്കണം. എത്രമാത്രം നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്, അതായത് ഹരിത കേരള മിഷന് എത്രമാത്രം ഇതിലിടപെടാൻ സാധിക്കുമെന്നുള്ളത് തന്നെ ഒരു ചോദ്യമാണ്. ഇടപെടാൻ പറ്റുമോ? അത് തന്നെ ചോദ്യമാണ്. പറ്റുമെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഈ ടോക്കുകൾ അറേഞ്ച് ചെയ്തതും പലരുടെ പഠനങ്ങളൊക്കെ നമ്മൾ ചെയ്തത്. വളരെ സെൻസിറ്റീവുള്ള വിഷയമാണ്. 5 പേരും വളരെ നന്നായിട്ട് സംസാരിച്ചു. ഈ പ്രശ്നം ലഘൂകരിക്കാൻ പറ്റുന്ന വഴികളാണ് 5 പേരും പറഞ്ഞത്. ആദ്യം സംസാരിച്ച പ്രമോദ് കൃഷ്ണൻ സാർ, ചെയർമാൻ, തുടക്കത്തിൽ തന്നെ മനുഷ്യനും വന്യജീവികളെയും ഒരേ പ്രാധാന്യത്തോടെ കരുതണമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവന ഓഫീസറാണ്. എന്നാൽ പോലും അദ്ദേഹം പറഞ്ഞു വെച്ചത് വനംവകുപ്പിൻ്റെ മാത്രം പ്രശ്നമല്ല ഇത് വനംവകുപ്പിൻ്റെ മാത്രമല്ല, പല വകുപ്പുകൾ കൂടിച്ചേർന്ന് കർഷകരുടെ ഈ പ്രശ്നം പരിഹരിക്കുവാൻ എല്ലാ വകുപ്പുകളും ഒത്തുരിച്ച് പ്രവർത്തിക്കുന്ന അദ്ദേഹം പറഞ്ഞു. ഒരേ സമയം സന്തോഷവും സങ്കടവും തരുന്നതാണ് വൈൽഡ് ലൈഫ്. അത് പറഞ്ഞതുകൊണ്ട് തന്നെ എനിക്കൊരു സമാധാനമുണ്ട്. കാരണം ഈ സംസാരിക്കുന്നതിലിരിക്കുന്നവരാരും തന്നെ മനുഷ്യൻ്റെ കാര്യം പറയുന്നവരല്ല. ഒത്തിരി പേര് ഹാബിറ്റാറ്റിനെക്കുറിച്ചും കാടിനെക്കുറിച്ചും വന്യജീവികളെക്കുറിച്ചും പറയുന്നവരാണ്. മനുഷ്യനെക്കുറിച്ച് പറയുന്ന ഒരാളും കൂടെ വേണമായിരുന്നു എന്നുള്ള എൻ്റെ തോന്നൽ. പ്രമോദ് സാറ് ഒരേ സമയം സന്തോഷവും സങ്കടവും തരുന്ന വന്യജീവികളെന്ന് പറഞ്ഞ് കർഷകരുടെ പ്രശ്നങ്ങൾ വലുതാണ്, അത് സാധൂകരിക്കാൻ എല്ലാവരും ഇടപെടണമെന്ന് പറഞ്ഞപ്പോൾ ആ ഗ്യാപ്പ് അങ്ങോട്ട് മാറിക്കിട്ടി. രണ്ടാമത് സംസാരിച്ച റോബിൻ എബ്രഹാം സാറ് ട്രാജഡി ഓഫ് ദ കോമൺസ് ആണ് ഇതെന്ന് ആദ്യം തന്നെ പറഞ്ഞു. ഈ ട്രാജഡി ഓഫ് ദ കോമൺസ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഈ കോമൺസ് എന്ന് വിളിക്കുന്നതിന് നമ്മുടെ മലയാളത്തിൽ ഒരു സിനോണിമുണ്ട്, അത് കർഷകരാണ്. ഈ കർഷകരുടെ ട്രാജഡിയെ ലഘൂകരിക്കണമെന്നുണ്ടെങ്കിൽ, ഈ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കൺഫ്ലിക്റ്റിനെ കുറച്ചെങ്കിലും കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കൃഷിക്കാരുടെ ദൈനംദിന ആവശ്യങ്ങളുടെ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആദ്യം കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അറിയാൻ സാധിക്കും ഇനിയുള്ള കാര്യങ്ങളിലും റോബിൻ എബ്രഹാം സാറിന് ഈ ഉദ്യമത്തിൽ സഹകരിക്കാനും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മൂന്നാമത് സംസാരിച്ച ടിജു തോമസ് സാറാണ്, KFRയിൽ നിന്ന് വന്ന ആളാണ്. ആനകൾ കാട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന മൃഗങ്ങളുടെ ഒരു ലിസ്റ്റ് അങ്ങോട്ട് പറഞ്ഞു, അത് നിൽക്കുന്ന നാശങ്ങളൊക്കെ പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു, ഓപ്ഷണൽ ഫോറേജിങ് തിയറി. ഞാൻ അതിനെ വളരെ കൂലങ്കക്ഷമായിട്ട് ഒന്ന് അവതരിപ്പിക്കുകയാണ്. ആ ഓപ്ഷണൽ ഫോറേജിങ് തിയറിക്ക് ഒരു സംഗതിയുണ്ട്. ഈ മൃഗങ്ങൾക്ക് മനുഷ്യൻ്റെ സ്വഭാവം വന്നു തുടങ്ങിയോ എന്നൊരു സംശയം എനിക്കുണ്ട്. അതിങ്ങനെയാണ്, നമ്മളൊക്കെ നമ്മുടെ നാട്ടിലെ ചക്കയും ആഞ്ഞിലിക്കായും കപ്പളങ്ങായും വാഴപ്പഴവും ഉപേക്ഷിച്ച് പുറത്തുനിന്ന് വരുന്ന ടേസ്റ്റ് കൂടിയ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പരക്കം പായുന്നത് പോലെ കാട്ടിൽ നടന്ന് അലഞ്ഞ് കിട്ടേണ്ട പുല്ലും ഈറ്റയും ഒക്കെ ഉപേക്ഷിച്ച് ഈ ആനയും മൃഗങ്ങളുമൊക്കെ കാട്ടിലേക്ക് ഇറങ്ങി എളുപ്പത്തിൽ കിട്ടുന്ന വാഴയും തീറ്റപ്പുല്ലും തിന്നാൻ തുടങ്ങിയെങ്കിൽ നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ സാധിക്കത്തില്ല. കാരണം മനുഷ്യൻ്റെ സ്വഭാവം മൃഗങ്ങൾക്ക് വന്നെന്നാണ് തോന്നുന്നത്. അതേപോലെ തന്നെ മാനുകളുടെ പുറകെ ഓടി നടന്ന് കഷ്ടപ്പെട്ട് വേട്ടയാടി ഈ മാനുകളെ പിടിച്ച് തിന്നാൻ നടക്കേണ്ട പുലിയും കടുവയും പോലുള്ള മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി കെട്ടിയിട്ടേക്കുന്ന കന്നുകാലികളെ കുറച്ചുകൂടെ ഈസി ആയിട്ട് കിട്ടുമല്ലോ, കുറച്ചുകൂടെ രുചിയുമുണ്ടല്ലോ. അതിന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെയും കുറ്റം പറയാൻ സാധിക്കത്തില്ല. പിന്നെ അദ്ദേഹം കാലാവസ്ഥ മാറ്റങ്ങളെ കുറിച്ച് പറഞ്ഞു, പെരുമാറ്റവും മാറുമെന്ന് പറഞ്ഞു. കാലാവസ്ഥ മാറുമ്പോൾ പെരുമാറ്റവും മാറുമെന്നുള്ളത് മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും അപ്ലിക്കബിൾ ആണെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. പിന്നെ സംസാരിച്ച തമിഴ്നാട്ടുകാരൻ അരിതൻ ഗോപാല പറഞ്ഞത് വളരെ കൃത്യമാണ്. ടെക്നോളജി അത് കണ്ടുപിടിച്ചത് പബ്ലിക്കേഷൻ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, അത് പ്രയോഗിക്കാൻ കൂടിയാണ്.
പബ്ലിക്കേഷൻ ഉണ്ടാക്കി പ്രയോഗിക്കാൻ വേണ്ടി അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രമോദ് സാർ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കമൻറ്റ് ചെയ്യുന്നില്ല. പിന്നെ സംസാരിച്ചത് ബാബു ജോസഫ് സാറാണ്. മുഴക്കുന്നത്ത് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, ഇപ്പോൾ പ്രസിഡൻ്റ് അല്ല. അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ കേൾക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പരാതി ഞാൻ ശ്രമിക്കുകയുണ്ടായി. അത് ഇതാണ്: എല്ലാം ഉണ്ടാക്കി വെക്കും, അത് മുമ്പോട്ടാര് കൊണ്ടുപോകും? ഒരു വലിയ പ്രശ്നം തന്നെയാണ്. നമ്മൾ ഒത്തിരി പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി വെക്കും, പക്ഷേ അത് മുമ്പോട്ടാര് കൊണ്ടുപോകും എന്നുള്ളതാണ്. ഇനി ഞാൻ ഇവരുടെ എല്ലാ അഭിപ്രായത്തിന് ശേഷം ഞാൻ എൻ്റെ അഭിപ്രായം കൂടെ പറയട്ടെ. അത് ഇത്രയാണ്: ഒരു കാലത്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അലഞ്ഞു നടന്നിരുന്ന മൃഗങ്ങൾ കാട്ടിലേക്ക് ചുരുങ്ങിയ കാരണം മനുഷ്യർ കൃഷി ചെയ്യാൻ തുടങ്ങിയത് കൊണ്ടാണ്. മനുഷ്യർ കൃഷി ചെയ്യാൻ തുടങ്ങിയതുകൊണ്ടാണ് സ്ഥലങ്ങൾ ഉപേക്ഷിച്ച് മൃഗങ്ങൾ കാട്ടിലേക്ക് ഒളിക്കാൻ തുടങ്ങിയത്. അതായത് മൃഗങ്ങൾ ജീവിക്കാൻ വേണ്ടുന്ന ആംബിയൻസ് കൃഷി ചെയ്യുന്നതോട് നഷ്ടപ്പെട്ടുകൊണ്ട് മൃഗങ്ങൾ കൃഷിസ്ഥലം ഒഴിവാക്കി കാട്ടിലേക്ക് പോയി. ഈ കാടുകളാണ് പിൽക്കാലത്ത് സംരക്ഷിത വനങ്ങളായിട്ട് പ്രഖ്യാപിക്കേണ്ടി വന്നത്. അതായത് കേരളത്തിൽ സംരക്ഷിത വനങ്ങൾ ഉണ്ടാവാനുള്ള പ്രധാന കാരണം കൃഷിക്കാർ തന്നെയാണ്, നമ്മൾ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ഇനി ഇപ്പോഴത്തെ പ്രശ്നം ഈ സംരക്ഷിത വനങ്ങൾ വിട്ട് മൃഗങ്ങളൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. ഒത്തിരി ചിന്തകൾ അതിനകത്തുണ്ട്. അതിനകത്ത് എനിക്ക് തോന്നുന്നത് 2 ചോദ്യം ഇപ്പോഴുണ്ട് ഇവിടെ. ഒന്നാമത്, കൃഷി ആൾക്കാർ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. കൃഷി നിർത്താൻ കാരണം വന്യമൃഗങ്ങളാണോ അതോ വന്യമൃഗങ്ങൾ കൂടാൻ കാരണം കൃഷി നിർത്തിയതാണോ എന്നുള്ളതാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, രണ്ടിനും ഉത്തരം ഒന്നുണ്ട്. 2 രീതിയിലായാലും കൃഷി നിന്നുപോയി. കൃഷി ചെയ്യുന്ന, ഞാൻ പറയുന്നതിന് എതിരുണ്ടെങ്കിൽ പറയണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 1,00,000 ഹെക്ടറോളം റബ്ബർ തോട്ടങ്ങൾ ഇന്ന് കേരളത്തിൽ ടാപ്പ് ചെയ്യുന്നില്ല. 1,00,000 ഹെക്ടറും 2.5 ഏക്കറോളം വരും. ഏകദേശം കേരളത്തിലെ മൊത്തം കൃഷിയുടെ പകുതിയോളം റബ്ബർ തോട്ടങ്ങൾ ഇന്ന് ടാപ്പ് ചെയ്യുന്നില്ല. നമ്മുടെ പ്രൊഡക്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ തോട്ടങ്ങൾ ഏതാനും വർഷങ്ങൾ ഇങ്ങനെ ടാപ്പ് ചെയ്യാതെ കിടന്നതുകൊണ്ടും ഈ തോട്ടങ്ങളൊക്കെ കാടിന് സമാനമായ രീതിയിൽ കാട് പിടിച്ചു പോയി എന്ന് സമ്മതിക്കേണ്ടി വരും. ഈ തോട്ടങ്ങളിലേക്ക് ഉടമസ്ഥരോ റബ്ബർ വെട്ടുന്ന ആൾക്കാരോ പോകുന്നില്ല. ഇങ്ങനെ സ്ഥലങ്ങളിൽ ചെറിയ മൃഗങ്ങൾ, മുയൽ, കുറുക്കന്, പന്നിയ, മുള്ളംപന്നി പോലുള്ള മൃഗങ്ങൾ വളർന്നു വന്നു. അവയെ ആരും കൊണ്ടുവന്ന് അങ്ങോട്ട് ഇട്ടതൊന്നുമില്ല, അതവിടെ വന്നതാണ്. ഇതൊന്നും ഈ സംരക്ഷിത വനങ്ങൾക്ക് വെളിയിലുള്ള പ്രദേശങ്ങളൊന്നുമല്ല, ഒത്തിരി ദൂരെയുള്ള പ്രദേശങ്ങൾ തന്നെയാണ്. അവയെ തിന്നാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് ഇതിനെ കിട്ടും, അത്ര ഓടി നടക്കേണ്ട കാര്യമില്ല. പുലി പോലുള്ള മൃഗങ്ങൾ ഈ റബ്ബർ തോട്ടങ്ങളിൽ എത്തുന്നു. ഏലത്തോട്ടമാണ് ഒരുമാതിരി കേരളത്തിൽ ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റിയ സ്ഥലം. പക്ഷേ ഏലത്തോട്ടം പോലും ഉപേക്ഷിക്കപ്പെട്ട തോട്ടങ്ങൾ ഹൈറേഞ്ചിലൊക്കെ ഇഷ്ടം പോലെയുണ്ട്. അതായത് കേരളത്തിലെ തോട്ട മേഖലയുടെ പകുതിയോളം ഇന്ന് ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ മൃഗസംരക്ഷണ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ റബ്ബർ തോട്ടങ്ങൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇനിയും ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കും. ഇവിടെ എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ നമ്മുടെ ഹരിത കേരള മിഷൻ ഈ പ്രത്യേക സാഹചര്യത്തിലാണ് ഇടപെടേണ്ടത്. അവർക്ക് ഇടപെടാൻ പറ്റും. നമുക്ക് നിന്നുപോയ തോട്ടങ്ങൾ അത് പുനഃസൃഷ്ടിക്കാനും അവയെ കൃഷി ഒന്നുകൂടെ തുടങ്ങാനും അവയിൽ വേണ്ടുന്ന ജോലിക്കാരെ സൃഷ്ടിച്ചു വിടാനുമുള്ള ആ ഒരു അറ്റംപ്റ്റ് ഹരിത കേരള മിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ ഒരു ബ്രേക്ക് ത്രൂ തന്നെയായിരിക്കും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് സമയം കളഞ്ഞുകൊണ്ട് കാര്യമില്ല, പ്രവർത്തിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. ഈ 2ാമത്തെ ഐറ്റം എന്ന് വിളിക്കുന്നത്, ഒരു കാലത്ത് ബ്രിട്ടീഷുകാരും അതിനുശേഷം വന്ന കുറച്ച് ഇന്ത്യക്കാരും കേരളത്തിലെ വനങ്ങളെ തടിവെട്ടിയെടുക്കാനും വേണ്ടിയുള്ള സ്ഥലങ്ങളായിട്ടാണ് കരുതിക്കൊണ്ടിരുന്നത്. തടിവെട്ടിയെടുക്കാനുള്ള സ്ഥലങ്ങൾ. അപ്പോൾ തടിവെട്ടി, പിന്നെ തടി നട്ടു, അങ്ങനെ തേക്ക് നട്ടു, യൂക്കാലി നട്ടു, അക്കേഷ്യ നട്ടു. കാടിൻ്റെ സ്വഭാവം മാറി, കാടിൻ്റെ ആംബിയൻസ് കുറയുകയും അതുപോലെ തന്നെ കാടിന് ചുറ്റുമുള്ള തോട്ടങ്ങളുടെ ആംബിയൻസ് മൃഗങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ മാറിയപ്പോൾ മൃഗങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് കാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയെന്ന് പറയേണ്ടി വരും. ഇതിനെ ലഘൂകരിക്കണമെന്നുണ്ടെങ്കിൽ കാടിന് പഴയ അവസ്ഥ തിരിച്ചു കൊണ്ടുവരികയും കാടിന് പുറത്തുള്ള തോട്ടങ്ങളിൽ കൃഷി ചെയ്ത് കൃഷിത്തോട്ടങ്ങളേക്ക് മാറ്റുകയും ചെയ്താൽ നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത കാലത്തിലെങ്കിലും ഈ ഹ്യൂമൻ വലിയ കോൺഫ്ലിക്റ്റ് കുറയുമെന്ന് പ്രതീക്ഷിക്കാം. എൻ്റെ പ്രതികരണം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബാക്കി പ്രതികരണം നാട്ടുകാർക്ക് വിട്ടുകൊടുക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. നെക്സ്റ്റ് ഐ ഇൻവൈറ്റ് ഡോക്ടർ ജോർജ് ചാണ്ടി ഫോർ ദ വാല്യുബിൾ കമൻറ്റ്സ്. ബഹുമാനപ്പെട്ടവരെ, ആദ്യമായി ഈ ഒരു അവസരം തന്ന ഓർഗനൈസേഴ്സിന് നന്ദി പറയുന്നു, ചെയർമാൻ നന്ദി പറയുന്നു. എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരേ വിഷയത്തിൻ്റെ പല ആംഗിളുകൾ ചർച്ച ചെയ്തു. ഇതെല്ലാം പറഞ്ഞത് ശരി തന്നെയാണ്. എല്ലാം നല്ല രീതിയിൽ തന്നെ ജോമി അഗസ്റ്റിൻ സാറ് സംഗ്രഹിച്ച് കമൻസ് പറയുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡൻറ്റ് ബാബു ജോസഫ് സാറ് പറഞ്ഞു നിർത്തിയിരുന്നാണ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം എല്ലാം പറഞ്ഞതെല്ലാം വീണ്ടും പറയുന്നില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞതിൽ ഒരു കാര്യം,
അവസാനം പറഞ്ഞു നിർത്തിയ ഭാഗത്ത് വികാരത്തോടെയല്ല ഇതിനെ നമ്മൾ വിവേകത്തോടെയാണ് സമീപിക്കേണ്ടത്. ഇതിനകത്ത് വികാരം എന്ന് പറയുന്നതിന് നമ്മൾ അറിയാതെ പ്രാധാന്യം കൊടുത്തു പോകാറുണ്ട് പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ. പക്ഷേ വിവേകത്തിന്, മനുഷ്യ വിവേകത്തിന് നല്ല പ്രാധാന്യം കൊടുക്കേണ്ട പ്രാധാന്യം സാറ് പറഞ്ഞു. അത് 100% അതൊരു നല്ല മോഡലാണ് സാർ അവിടെ ചെയ്ത കാര്യം, അല്ലെങ്കിൽ പഞ്ചായത്ത് ചെയ്തൊരു നല്ല മോഡൽ നമ്മുടെ മുന്നിലൊരു മാതൃകയായിട്ട് അദ്ദേഹം സമർപ്പിച്ചു. അതോടൊപ്പം ഈ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞു വെച്ചു. ഇതിനെ വികാരത്തോടെയല്ല വിവേകത്തോടെയാണ് നമ്മൾ കാണേണ്ടതെന്ന്. പക്ഷേ അദ്ദേഹം പറഞ്ഞതിൽ ഒരു കാര്യത്തോടെ ഞാൻ വിയോജിക്കുന്നുണ്ട്. അതായത് ആന നമ്മളെക്കാട്ടി മിടുക്കരാണെന്ന്. അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം ഏറ്റവും മിടുക്കുള്ള ജീവി മനുഷ്യൻ തന്നെയാണ്. അത് ഞാൻ മനുഷ്യനായോണ്ട് പറയുകയല്ല, നിഷ്പക്ഷമായി കാണാൻ പറ്റുന്ന ഒരേ ഒരു ജീവി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ്. നിഷ്പക്ഷമായി ഇതിനെ മുഴുവൻ കാണാൻ പറ്റുന്ന ഒരേ ഒരു മൃഗം എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഈ അഭിപ്രായം പറയുന്നത്. തീർച്ചയായിട്ടും ആനയ്ക്ക് മിടുക്കുണ്ട്, മണരയ്ക്ക് മിടുക്കുണ്ട്, എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള മിടുക്കുകളുണ്ട്. പക്ഷേ ഈ മിടുക്കുകളെല്ലാം അതിജീവിക്കുന്നൊരു മിടുക്ക് മനുഷ്യനുണ്ട്. കാരണം ഇതുപോലെ പല മേഖലയിലുള്ള ആളുകൾ ഒരുമിച്ചിരുന്ന് കൂടാൻ പറ്റുന്നൊരു സാഹചര്യം വേറെ ഒരു ജീവിക്ക് ഈ ഭൂമിയിൽ പറ്റത്തില്ല. നമ്മുടെ എല്ലാ അറിവുകളെ ചേർത്ത് വെച്ച് ഒരുമിച്ച് കാര്യങ്ങളെ കാണാൻ പറ്റുന്ന ഒരു മിടുക്കുള്ള, അതിനുള്ള ബുദ്ധിയുള്ള, അതിനുള്ള വിവേകശേഷിയുള്ള ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന ഒരു വർഗ്ഗത്തിൽപ്പെട്ടതാണ് നമ്മളെന്നുള്ളത് നമ്മൾ എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഹോമോ സാപ്പിയൻസ്, ഹോമോ മനുഷ്യൻ, സാപ്പിയൻസ് എന്ന് പറഞ്ഞാൽ ജ്ഞാനിയായ, ദ വൈസ് വൺ, വൈസായിട്ടുള്ള മൃഗം അല്ലെങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്നൊരു മൃഗമാണ് ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്നത് നമ്മൾ. ഞാൻ ഒറ്റൊരു ഇത് പറഞ്ഞോട്ടെ. അതായത് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുള്ളത് ഇത് പ്രശ്നമാണ്. ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ മനുഷ്യ വന്യമൃഗ സമ്പർക്ക മുഖത്തിലുള്ളത് ഒരു പ്രശ്നം തന്നെയാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ച ചിന്തകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റത്തില്ലെന്നാണ്. പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞ് വരാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച ചിന്താരീതികളെ ഉപയോഗിച്ചിട്ട് നമുക്കതിനെ പരിഹരിക്കാൻ പറ്റത്തില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ പരിഹാരം ശരിക്കും വരേണ്ട ഒരു പ്രധാനപ്പെട്ട സ്ഥലം കേരളം തന്നെയാണ്. നമ്മളൊരു 100% പശ്ചിമഘട്ട സംസ്ഥാനമാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഈ പശ്ചിമഘട്ടത്തിൻ്റെ ജൈവ പ്രാധാന്യം നമുക്കെല്ലാവർക്കും അറിയാം. 100% പശ്ചിമഘട്ട സംസ്ഥാനമാണ് കേരളം. ഈ ഇൻ്റർഫേസ് എന്ന് പറയുന്ന ആ മനുഷ്യ വന്യമൃഗ സമ്പർക്ക മുഖം എന്ന് പറയുന്നതിനെ നമുക്കൊന്ന് റീവിസിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ സമ്പർക്ക മുഖം ഈ വന്യമൃഗങ്ങളും എന്ന് നമ്മൾ പറയുന്ന ആന, കടുവ പോലുള്ള ജീവികളും മനുഷ്യരുമല്ല, ഇതിൻ്റെ ഇടയിലുള്ള മനുഷ്യരാണ്. അതായത് ഇതിൻ്റെ നേരിട്ട് ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരുടെ ഒരു ബാൻഡുണ്ട്. വനാതിർത്തികളിൽ അല്ലെങ്കിൽ വന്യജീവികളുടെ ശല്യം നേരിട്ട് അനുഭവിക്കുന്ന, അതാണ് ശരിക്കുള്ള ഇൻ്റർഫേസ്. അവിടെയാണ് നമുക്ക് ഇൻ്റർവെൻഷൻസ് വേണ്ടത്. ഇതിൽ എക്കോളജിക്കൽ ഹെൽത്ത്, വൺ ഹെൽത്തും എക്കോളജിക്കൽ ഹെൽത്തും ഒക്കെ ഇവിടെ സംസാരിക്കപ്പെട്ടു. എക്കോളജി എന്ന് പറഞ്ഞൊരു ആസ്പെക്റ്റ് നമ്മൾ നന്നായിട്ട് കണക്കാക്കേണ്ട ആവശ്യമുണ്ട്. അത് കണക്കാക്കുമ്പോൾ ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മൾ അതിൽ ഉൾപ്പെടുത്തി കാണേണ്ടി വരും. ഇൻട്രാക്ഷൻസ് അതിൽ ബിഹേവിയറാണ്, പെരുമാറ്റമാണ്. നമ്മളുടെ പല തിരിച്ചറിവുകളും നമ്മൾ അടിസ്ഥാനമായി പ്രൈമറി ക്ലാസ് തൊട്ട് ഏറ്റവും ഉന്നതമായ ഭരണ കേന്ദ്രങ്ങളിൽ വരെ തിരിച്ചറിവുകൾ കൂടുതൽ നമ്മൾ സയൻറ്റിഫിക് ആയിട്ടുള്ള തിരിച്ചറിവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. എന്തായാലും ഈ കൺസർവേഷൻ സയൻസ് എന്ന് പറയുന്ന ആ ഒരു പരിപാടി, കൺസർവേഷൻ കൾച്ചർ എന്ന് പറയുന്ന പരിപാടിയെ തമസ്കരിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. കാരണം ഇതൊരു സംസ്കാരമാണ്. ആ ഇൻ്റർഫേസിൽ നിൽക്കുന്ന കർഷകരും ഗോത്രവർഗ വിഭാഗക്കാരും, ട്രൈബലായിട്ടുള്ള ആളുകൾ, ഗോത്രവർഗ വിഭാഗക്കാരും കർഷകരുമായി ഉള്ള വനാതിർത്തികളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ സംസ്കാരത്തിൽ ഉള്ള നല്ല വശങ്ങളെ നമ്മൾ തമസ്കരിക്കാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ളൊരവസരമായി നമ്മൾ ഈ സാഹചര്യത്തെ കാണണം. പിന്നെ ചില പോളിസീസ്, അഡീഷണലായിട്ട് പറയുന്ന ചില പോയിന്റുകളാണ് കുറച്ച് പോളിസീസ്. ഇപ്പോൾ നമ്മളുടെ വന നിയമങ്ങൾ വികാരത്തിൻ്റെ മുകളിൽ ആണോ അല്ലായിരിക്കും, കാരണം നിയമങ്ങൾ അങ്ങനെ പറ്റില്ലല്ലോ. പക്ഷേ ഈ ജന്തുവർഗ സംരക്ഷണത്തിൻ്റെയും വനാതിർത്തി സംരക്ഷണത്തിൻ്റെയും മുകളിൽ മാത്രമാണെങ്കിൽ, ഞാൻ ഇതിൻ്റെ ഒന്നും വിദഗ്ധനല്ല കേട്ടോ, ഞാൻ അങ്ങനെ ഒരു വിദഗ്ധനല്ല. പക്ഷേ വിദഗ്ധർക്ക് ആലോചിക്കാൻ വേണ്ടി, സാധാരണക്കാർക്ക് ആലോചിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്, ഇത് ഈ ജന്തുവർഗ സംരക്ഷണത്തിൻ്റെയും വനാതിർത്തി സംരക്ഷണത്തിൻ്റെയും മുകളിൽ ആണ് ഇത് മെയിൻലി ഗവേൺ ചെയ്യുന്നതെങ്കിൽ അത് മാറ്റി ആവാസ വ്യവസ്ഥ ആരോഗ്യത്തിൻ്റെയും അതോടൊപ്പം തന്നെ ആവാസ വ്യവസ്ഥ, ആരോഗ്യമുള്ള ആവാസ വ്യവസ്ഥകൾ, എക്കോളജിക്കൽ ഹെൽത്ത്, ആ ഒരു കോണ്ടെക്സ്റ്റിലും അതേപോലെ തന്നെ ഇതിനുള്ളിൽ വരുന്നൊരു കാര്യമാണ് ബിഹേവിയർ, പെരുമാറ്റം മാറുന്നതിനെക്കുറിച്ച് പറഞ്ഞു. മനുഷ്യൻ്റെ മാത്രം പെരുമാറ്റം ക്രമീകരിക്കാൻ നമുക്ക് നിയമങ്ങളുണ്ട്. പക്ഷേ ആ നിയമങ്ങളിൽ മൃഗങ്ങളുടെ പെരുമാറ്റത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾക്ക് എന്തെങ്കിലും സയൻറ്റിഫിക് സ്കോപ്പ് ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്ന ആശയം എന്ന് പറയുന്നത് എത്തോളജി ബേസ്ഡ്, മൃഗ സ്വഭാവ ശാസ്ത്ര അടിസ്ഥാനപ്പെട്ട് തന്നെ പറയുന്ന ഓപ്പറൻറ്റ് കണ്ടീഷനിങ് എന്ന് പറയുന്ന ഒരു തത്വമുണ്ട്.
അതുപയോഗിച്ച് മനുഷ്യരുടെ സ്വഭാവം മാത്രം ക്രമീകരിച്ചാൽ പോരല്ലോ. മനുഷ്യൻ ഈ ഭൂമിയിലെ ജീവികളിൽ സ്വന്തം സ്വഭാവം ക്രമീകരിക്കാൻ വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത് ശരി തന്നെ. പക്ഷേ മൃഗങ്ങൾക്കത് ബാധകമല്ല. അത് ബാധകമാകുന്ന അല്ലെങ്കിൽ അവർക്ക് കൂടെ അവരുടെ സ്വഭാവത്തെ കൂടെ ക്രമീകരിക്കാൻ പറ്റുന്ന ശാസ്ത്രീയമായ മാർഗങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാൻ ആവശ്യത്തിന് നമ്മുടെ മുന്നിൽ തെളിവുകളുണ്ട്. അതുപയോഗിച്ചിട്ട് വേണ്ട മാറ്റങ്ങൾക്ക് ശ്രമിക്കണം. പിന്നെ ഈ ഇൻ്റർഫേസിലുള്ള ശരിക്കും ഈ ബുദ്ധിമുട്ടുകൾ നേരിട്ട് അനുഭവിക്കുന്ന മനുഷ്യർക്കൊരു റീവാല്യുവേഷൻ ഗോത്രവർഗ വിഭാഗത്തിലും കർഷകരുമായിട്ട് വനാതിർത്തികളിൽ ജീവിക്കുന്ന മനുഷ്യർ, ഈ പ്രശ്നങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന മനുഷ്യരെ ആ ഇൻ്റർഫേസിലെ സമൂഹത്തിലെ മറ്റാളുകൾക്ക് ഒരു കവചമായി കണ്ടുകൊണ്ട്, ഒരു ഏകാരോഗ്യ കവചമെന്നോ അങ്ങനെങ്ങാനും കണ്ടുകൊണ്ട് ആ ആളുകൾക്ക് അതിനെ പ്രതിനിധീകരിക്കുന്ന ആളുകൾക്ക് വേണ്ട മൂല്യം കൽപ്പിക്കുകയും അതിനുള്ള മോണിറ്ററി ആയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ബെനിഫിറ്റ് ആ മനുഷ്യർക്ക് കിട്ടുകയും ചെയ്യുന്ന പോളിസീസിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ടോ എന്ന് പരിശോധിക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. നമ്മുടെ വിചാരം നമ്മൾ വേറെന്തോ ആണെന്നാണ്. വി ആർ വൺ ഓഫ് ദ സ്പീഷീസ്. നമ്മൾ ഈ മൃഗങ്ങളിലൊരു മൃഗമാണ്. നമ്മുടെ ശാസ്ത്രീയ നാമം ഹോമോസാപ്പിയൻസ് ആണ്. 2016 ഇറങ്ങിയ ഒരു ആർട്ടിക്കിളുണ്ട്, സയൻറ്റിഫിക് ആർട്ടിക്കിളുണ്ട്. മനുഷ്യനെ ഹൈപ്പർ കീസ്റ്റോൺ സ്പീഷീസ് ആയിട്ട് പറയുന്ന ഒരു ആർട്ടിക്കിളുണ്ട്, ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള റിപ്പോർട്ട്. വേം ആൻഡ് പെയിൻ എന്ന് പറയുന്ന 2 ശാസ്ത്രജ്ഞരുടെ സയൻറ്റിഫിക് പേപ്പറാണത്. 2016 ഇറങ്ങിയ ഹൈപ്പർ കീസ്റ്റോൺ സ്പീഷീസ്. മനുഷ്യർ ഹൈപ്പർ കീസ്റ്റോൺ സ്പീഷീസാണ്. ആന സംസ്ഥാന മൃഗമാണ്, കടുവ ദേശീയ മൃഗമാണ്, സമ്മതിച്ചു. പക്ഷേ ഇതിൻ്റെ മുകളിലെല്ലാം ഉള്ളൊരു മൃഗമാണ് ഹോമോസാപ്പിയൻസ്. അപ്പോൾ അത് അംഗീകരിച്ച് അതിനുള്ള ഒരു വാല്യൂ ഈ മനുഷ്യർക്ക്, നമ്മുടെ വർഗത്തിന് നമ്മൾ തന്നെ കൊടുത്തുകൊണ്ട് വിവേകത്തോടെ നമ്മളിരിക്കുന്ന കൊമ്പ് മുറിക്കാതെ മുന്നോട്ട് പോകാനുള്ള നടപടികളാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് എടുക്കേണ്ടതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുത്തുന്നു.